ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഒരു പദ്യമാണ്. നമുക്ക് വായിച്ചു നോക്കാം. അന്നുഷസ്സിൽ അതിഥിയായി തൻ വീട്ടിൽ വന്നൊര കൊച്ചു തോഴിക്കു കാണിക്കാൻ ഉണ്ണി മച്ചിലെ കോടി ശ്രമാൽ കൊണ്ടുവന്നു. വാരൂറ്റ തൻ കളിക്കൊട്ടയെ സാവധാനമെടുത്താനതിൽ നിന്നു സാഭിമാനം നിലത്തു നിരത്തിനാൻ. പാവകൾ ചെറുപന്തുകൾ ചെമ്പക പൂവിതളുകൾ നൽപട്ടു നാടകങ്ങൾ കൂർത്ത കുന്തത്തലപ്പുകൾ കോമാളിക്കു തടിക്കുന്ന വേതാള വേഷങ്ങൾ വണ്ടിയേതോ തകർന്നതിൻ തുണ്ടുകൾ 2-3 കാശപ്പ പൊതികളും ആ മിടുക്കൻ്റെ ലീലാവിരുതെഴു മോമന കൈവിരലുകളിലൂടവേ ആ വിരൂപ ജഡപദാർത്ഥങ്ങളിൽ ആശുപാനെത്തി ജീവിത സൗന്ദര്യം കാണായവയിലും പുഞ്ചിരിയും കരച്ചിലും കൊഞ്ചലും. പെട്ടെന്ന് എന്ന അർത്ഥമുള്ള ഏത് പദമാണ് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അതേപോലെ രണ്ടാമത്തെ ചോദ്യം, ഉണ്ണിയുടെ കളിക്കൊട്ടയിൽ മച്ചിങ്ങ വണ്ടി ഉണ്ടോ? കുട്ടിയുടെ കൈവിരൽ തൊട്ടപ്പോൾ കളിക്കൊട്ടയിലെ വസ്തുക്കൾ പാനെത്തിയത്. കളിക്കൊട്ട എടുക്കാൻ ഉണ്ണി എങ്ങോട്ടാണ് ഓടിയത്? ഉണ്ണിയുടെ വീട്ടിൽ അതിഥിയായി എത്തിയത് ആരാണ്? ഇത്രയും ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ പദ്യഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഉത്തരം കിട്ടും. ഉത്തരം അറിയാവുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പത്രവാർത്തയാണ്. അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വേഷം കലക്കിയിട്ട് പോയി. ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും നെഞ്ച് കലക്കി തന്നല്ലോ മീൻപിടുത്തം. ഭാഗങ്ങൾ വായിച്ചല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വരാനിടയുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വാർത്തയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു തലക്കെട്ട് വേണമല്ലേ? അപ്പോൾ നമുക്ക് തലക്കെട്ട് എന്തെഴുതാം? ആറ്റിറമ്പ് ഗ്രാമത്തിൽ നഞ്ചു കലക്കി മീൻപിടുത്തം വ്യാപകമാകുന്നു എന്ന് തലക്കെട്ട് എഴുതാം, ഒരു ഹെഡിങ്. പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ പേരെഴുതണം. ആറ്റിറമ്പ്. ജലാശയങ്ങളിൽ നഞ്ചു കലക്കി മീൻ പിടിക്കുന്നത് ആറ്റിറമ്പ് ഗ്രാമത്തിൽ വ്യാപകമായ തോതിൽ നടക്കുന്നു. നഞ്ചുൾപ്പെടെയുള്ള മാരകമായ വിഷപദാർത്ഥങ്ങൾ പുഴയിൽ കലർത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും ഒരു സംഘം ആളുകൾ വള്ളവും വലയുമായി എത്തുകയും മീനുകളുമായി തിരിച്ചു പോവുകയാണ്. നാട്ടുകാർക്ക് ഒരൊറ്റ മീനു പോലും കിട്ടാത്ത അവസ്ഥയാണ്. നഞ്ചു കലക്കുന്നത് മത്സ്യങ്ങൾക്കും മണ്ണിനും വെള്ളത്തിലെ മറ്റു ജീവജാലങ്ങൾക്കും ദോഷകരമായി ബാധിക്കും എന്നും ഇത്തരം പ്രവർത്തനങ്ങൾ കർശനമായി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നിരോധിക്കണമെന്നും നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. അപ്പോൾ പത്രവാർത്തയുടെ ഫോർമാറ്റ് അറിയാലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പത്രാധിപർക്കൊരു കത്ത് തയ്യാറാക്കാനാണ്. ആറ്റിറമ്പ് എന്ന ഗ്രാമത്തിലെ ദുരവസ്ഥയെക്കുറിച്ച് പത്രാധിപർക്കൊരു കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മുടെ പേരാണ്. കത്ത് എഴുതുന്ന ആരാണോ അവരുടെ പേര് എഴുതണം. പിന്നെ ആർക്കാണ് കത്ത് എഴുതുന്നത് എന്നും നമ്മൾ സൂചിപ്പിക്കണം. അപ്പോൾ നമുക്ക് പേരും സ്ഥലവും ആദ്യം എഴുതാം. അഞ്ജനാസ് രാമനിലയം പൂവാട്ടുപറമ്പ്. പിന്നെ പത്രാധിപർ ഏതാണോ പത്രം KC ന്യൂസ് പൂവാട്ടുപറമ്പ്. സർ, ആറ്റിറമ്പ് എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ഗ്രാമത്തിന് പൊന്മാനിൻ്റെ നാട് എന്നൊരു പേര് കൂടിയുണ്ട്. കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ 6 മരത്തിന് ഒരു പൊന്മാൻ എന്ന കണക്കിന് പൊന്മാനുകൾ ഉണ്ടെന്നാണ് പലരും പറയുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നല്ലൊരു പുഴയുണ്ട്, ഒത്തിരി തോടുകളും. മഴക്കാലത്ത് പുഴ കരകവിയും. ആ പുഴക്കരയിൽ ഇരുന്നാണ് പൊന്മാനുകൾ പരൽമീനുകളെ പിടിക്കുന്നത്. ഇപ്പോൾ മണൽ ഊറ്റിയും വശങ്ങൾ ഇടിച്ചും പുഴ താറുമാറാക്കി. അവിടവിടെ പ്ലാസ്റ്റിക് ബാഗുകളും കുപ്പികളും നിറച്ച ചാക്കുകളും വലിച്ചെറിഞ്ഞ് പുഴ മലീനസമായി. അതോടൊപ്പം വലിയ വലകൾ കൊണ്ടുവന്ന് മീനുകളെ പിടിച്ചത് കാരണം ഞങ്ങളുടെ ഗ്രാമത്തിലെ പൊന്മാനുകൾ പട്ടിണിയിലാണ്. അതിനാൽ അന്തിയായാൽ അവയുടെ കരച്ചിൽ ഞങ്ങൾക്ക് കേൾക്കാം. അവ കൂട്ടത്തോടെ ചത്തുപോകുമെന്ന് ഗ്രാമം ഭയപ്പെടുന്നു. അതുകൊണ്ട് മണലൂറ്റും മത്സ്യബന്ധനവും നിയന്ത്രിക്കണം, പുഴയെ സംരക്ഷിക്കണം. ഞങ്ങളുടെ പൊന്മാനുകളെയും വിശ്വാസപൂർവ്വം പേര് ഒപ്പെഴുതാം. പിന്നെ സ്ഥലവും തീയതിയും എഴുതാം. ഇത്രയാണ് കത്തിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഒരു പ്രസംഗമാണ്. പ്രസംഗം നടത്താം. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്. അതോടൊപ്പം അതൊരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്തുക.
അപ്പോൾ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്നതാണ് നമ്മുടെ പ്രസംഗ വിഷയം. അതൊരു ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതുക. ബഹുമാന്യരെ, എനിക്കിന്നിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്നാണ്. ആദ്യമേ പറയട്ടെ, നാം കഴിക്കുന്ന ആഹാരം കാർഷിക പ്രവർത്തനങ്ങളുടെ ഫലമായി വിയർപ്പിൽ അധ്വാനിക്കുന്ന കർഷകരുടെ സമ്മാനമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലും ദേശീയ വരുമാനത്തിലും പ്രധാന സംഭാവന നൽകുന്ന ഒന്നാണ് കാർഷിക മേഖല. നമ്മുടെ സമൂഹം പ്രധാനമായും ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ്. നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലൊന്ന് കാർഷിക മേഖലയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് തുടരുന്നു. കാലക്രമേണ കാർഷിക മേഖല വികസിക്കുകയും സമ്പദ് വ്യവസ്ഥ ആക്കം കൂടുകയും ചെയ്തു. എന്നാൽ ഇന്ന് മറിച്ചൊരവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മുടെ നാട് ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയപ്പോൾ കൃഷി സംസ്കാരവും നശിച്ചു. എന്തും വാങ്ങി തിന്നുന്ന ഒരു നാടായി നമ്മളുടേത്. നമ്മുടെ രാജ്യം മുഴുവൻ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന ഒരു മേഖലയാണെന്നതിനാൽ ഇതിൻ്റെ വികസനത്തിനും മുമ്പിൽ നിൽക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ നമ്മൾ ഇന്ന് പുറകോട്ടാണെന്ന സത്യം നാം അറിഞ്ഞേ മതിയാവൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഒരു പ്രസംഗമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ചോദ്യാവലി തയ്യാറാക്കാം, അഭിമുഖം നടത്താം. നാട്ടിലെ കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക. അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ചോദ്യാവലിയാണ് തയ്യാറാക്കേണ്ടത്. ചോദ്യാവലി ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾ പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണോ? രണ്ടാമത്തേത്, നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്? നെൽവിളയിൽ ഏതെല്ലാം ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്? ഏറ്റവും അധികം വിളവ് തരുന്ന ഏതിനം നെൽവിത്താണ്? ഏറ്റവും അധികം പ്രതിരോധ ശേഷിയുള്ള നെൽവിത്ത് ഏതാണ്? വാഴകൃഷിയുണ്ടെങ്കിൽ ഏതെല്ലാം വാഴകളാണ് ഉപയോഗിക്കുന്നത്? ഹൈബ്രിഡ് കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? പരമ്പരാഗതമായ കൃഷിരീതിയാണോ യന്ത്രവൽകൃത കൃഷിരീതിയാണോ ഏറ്റവും നല്ലത്? എന്തുകൊണ്ടാണ്? ജൈവവളം ഉപയോഗിക്കുന്നതാണോ രാസവളം ഉപയോഗിക്കുന്നതാണോ നല്ലത്? എന്തുകൊണ്ട്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5 ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം. ഇനി അടുത്തത് ഒരു താരതമ്യ കുറിപ്പാണ്. ഉർവിയെ പുഷ്പിക്കും കലമ്പോൾ നമുക്കത് നിർവീതികരം സർഗ വ്യാപാരമുണ്ടോ മഞ്ഞിൽ വൈലോപ്പിള്ളി. ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ അടുത്തത് ഭൂമി എന്നർത്ഥം വരുന്ന പദമേത്? എന്താണ്? ഉർവി എന്നാണ് ഭൂമി എന്നർത്ഥം വരുന്ന പദം. ഇനി അടുത്ത്, ഉർവിയെ ഭൂമിയെ മണ്ണിനെ പൂവണിയിക്കുന്നത് പോലെ മഹത്തായ ഒരു കലാസൃഷ്ടി വേറെയില്ല. അത് നമുക്ക് ആനന്ദം തരുന്നു, നിർവൃതി തരുന്നു. ഏറ്റവും വലിയ സർഗവ്യാപാരവും കലാസൃഷ്ടി തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ വാക്കുകൾ പൂർണ്ണമായും ശരിയാണ്. അതേ ആശയം തന്നെയാണ് കടത്തനാട്ട് മാധവി അമ്മയും ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ ആലേഖനം ചെയ്തത്. ഞാറു നടുന്ന ഗ്രാമീണ മങ്കന്മാർ ചെളിയിൽ കാൽ കൊണ്ട് തീർക്കുന്ന താമരത്താർ എത്ര മനോഹരമാണ്. അവർ ഉർവിയെ പൂവണിയുകയാണ്. ഞാറു നട്ടിരിക്കുന്ന വയലുകൾ ദൂരെ നിന്ന് നോക്കിയാൽ നീലാളം വിരിച്ച പോലെ തോന്നും. എത്ര മനോഹരമാണ് പ്രകൃതിയുടെ ആ ദൃശ്യാവിഷ്കാരം. വൈലോപ്പിള്ളിയും മാധവി അമ്മയും ഒരേ സർഗവ്യാപാരം തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്കൊരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഥാകൃത്തിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം ഒരു പ്രസംഗത്തിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ആ സംഭവം നടന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വളർത്തു പൂച്ച കിണറ്റിൽ വീണു. ആഴമുള്ള കിണറാണ്, ധാരാളം വെള്ളമുള്ള കിണറാണ്. എങ്ങനെ പൂച്ചയെ രക്ഷിക്കാം? യോഗത്തിന് ക്ഷണിക്കാൻ വന്ന 2 പേർ. എന്താണ് അവരുടെ പേര്? അവരുടെ പേര് കാസിമും അനന്തനും എന്നാണ്. സമർത്ഥനാണ്. അവർ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതാ ഒരു തൊട്ടി കിണറ്റിലേക്ക് താഴുന്നു. ആഴമേറെയുള്ള കിണറാണെന്ന് പറഞ്ഞല്ലോ. അയലത്തുകാരൊക്കെ സംഭവം അറിഞ്ഞു വരുന്നുണ്ട്. പൂച്ച അങ്ങനെ മെരുങ്ങുന്ന ജീവിയല്ലല്ലോ. അത് തോട്ടിൽ കയറുകയും ഇല്ല. അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു 6 ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.